10 വർഷം റീൽസ്, 5 വർഷം വീണ വായന. ഇതുകൊണ്ടൊന്നും ആരോഗ്യവകുപ്പ് രക്ഷപ്പെടില്ല സാർ. ഒരു നിപ്പ കേസ് മാത്രമേ ഞാൻ ആരോഗ്യമന്ത്രി ആയതിനു ശേഷം വന്നിട്ടുള്ളൂ, അല്ലാതെ മറ്റൊന്നും വന്നിട്ടില്ല എന്നുള്ള നിലയിൽ കെ മുരളീധരൻ ആരോഗ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചു. ഉടൻ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജ് രംഗത്ത് വന്നു. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിനും ആരോഗ്യവകുപ്പിനെതിരെ ആദ്യ പ്രധാനപ്പെട്ട വിമർശനവുമായിട്ടാണ് പ്രതിപക്ഷം രംഗത്ത് വരുന്നത്. പകർച്ചവ്യാധികളുടെ വ്യാപനം തടയുന്നതിലും മരണസംഖ്യ നിയന്ത്രിക്കുന്നതിലും ഉൾപ്പെടെ ആരോഗ്യവകുപ്പ് പരാജയപ്പെട്ടുവെന്നാണ് വാദം. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തും വലിയ വിവാദത്തിൽപ്പെട്ട വെന്റിലേറ്ററിൽ കയറിയ ഒരു വകുപ്പായിരുന്നു ആരോഗ്യവകുപ്പ്. ആരോഗ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമായിട്ടാണ് നമ്മുടെ മുൻ ആരോഗ്യമന്ത്രി വന്നിരിക്കുന്നത്. കെ മുരളീധരൻ ഉത്തരവാദിത്തങ്ങൾ മറക്കണ്ട, വിടുവായത്തം മതിയാക്കി വകുപ്പിനെ ഏകോപനത്തോടെ നിലനിർത്തൂ. 30 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്ത് പനി ബാധിച്ച് മരിച്ചത് 87 പേരാണ്. പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാൻ ആരോഗ്യവകുപ്പിന് കഴിയുന്നില്ല എന്ന വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷം ഉയർത്തിയ പ്രശ്നങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടിയപ്പോൾ 10 വർഷത്തെ റീൽസും 5 വർഷത്തെ വീണ വീട്ടലും ആണ് പ്രശ്നമെന്ന് കെ മുരളീധരൻ പറഞ്ഞതായി കണ്ടു. സോണിയാഗാന്ധിയെ മദാമ്മയെന്നും അഹമ്മദ് പട്ടേലിനെ അലുമിനിയം പട്ടേൽ എന്നും വിളിച്ച മുരളീധരനിൽ നിന്ന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്ന് കെ മുരളീധരൻ ഇടയ്ക്കിടെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് വീണ ജോർജ് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറിച്ചപ്പോൾ അങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ. കെ മുരളീധരനും ഇതിലൊക്കെ മിടുക്കനാണ്. ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി പറയും. കരുണാകരൻ്റെ മകനാണ്, അത് മനസ്സിലാക്കിക്കോണം. ഉടനെ വകുപ്പിനെ ഏകോപനത്തിൽ ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ പല ഇടപെടൽ നടത്തുകയാണ് ആരോഗ്യമന്ത്രി ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ ജോർജ് കുറിപ്പ് അവസാനിക്കുന്നത്. നിയമസഭയിലെ അടിയന്തര ചർച്ച പ്രമേയത്തിലും ആരോഗ്യമന്ത്രിയുടെ വകുപ്പിൻ്റെ ഏകോപനമില്ലായ്മ പ്രതിപക്ഷം ശക്തമായി വിമർശിക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പിൽ തുടർച്ചയായി വന്ന സ്ഥലമാറ്റവും ജില്ലകളിൽ ആരോഗ്യ ഓഫീസർമാരില്ലാത്ത അവസ്ഥയും പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് പറഞ്ഞത്, മുരളീധരൻ പറഞ്ഞു, ജനങ്ങൾ തോൽപ്പിച്ച് വീട്ടിലിരിക്കുന്നവർ വീട്ടിലിരുന്നാൽ പോരെ, എന്തിനാണ് അഭിപ്രായം പറയുന്നത്? നമ്മൾ ഈ വിഷയത്തിൽ വിവാദത്തിനപ്പുറമുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് വരുന്നത്. 2-3 കാര്യങ്ങൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ കെ മുരളീധരൻ അവർ ഇത് തിരിച്ചറിഞ്ഞേ കഴിയൂ. അതിനേക്കാൾ പ്രധാനം കേരള സർക്കാർ ഒന്നാകെ ഇത് തിരിച്ചറിയണം. ആരോഗ്യവകുപ്പിനെ കൊണ്ട് മാത്രം പകർച്ചപ്പനിയൊന്നും പിടിച്ചു നിർത്താൻ കഴിയില്ല. ചില ജില്ലകളിൽ, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ മാത്രം നിപ വരുന്നു. പല ജില്ലകളിലും വരുന്നില്ല. ഇതേ കാലാവസ്ഥയുള്ള കളിയിക്കവളയ്ക്കപ്പുറമുള്ള പ്രദേശത്ത് ഇത്ര തന്നെ പരിസര ശുചീകരണവും വൃത്തിയൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും പല പ്രശ്നങ്ങളും ഇത്ര കണ്ടില്ല. കാസർഗോഡിനപ്പുറത്തോട്ടും മംഗലാപുരം ഭാഗത്തുമില്ല. എന്തുകൊണ്ട് കേരള ഭൂമിശാസ്ത്രത്തിനകത്ത് ഇത്രമാത്രം പനിയും പകർച്ചവ്യാധിയും വരുന്നു? വളരെ കൃത്യമാണ് കാര്യങ്ങൾ. ഒരു 3-4 വകുപ്പ് ഒന്നിച്ച് കൈകോർത്തല്ലാതെ ഇതിനൊരു പരിഹാരവും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. ഒന്ന്, ആരോഗ്യവകുപ്പ് തന്നെയാണ്, കൃത്യമായ ആരോഗ്യവകുപ്പ് തന്നെയാണ്. 2, വിദ്യാഭ്യാസ വകുപ്പിന് ഇതിനകത്ത് വലിയ പങ്കുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വലിയ പങ്കുണ്ട്. പോലീസ് വകുപ്പിന് പങ്കുണ്ട്. പരിസ്ഥിതി വകുപ്പിന് പങ്കുണ്ട്. ദുരന്ത പരിപാലന വകുപ്പിന് പങ്കുണ്ട്. ഇങ്ങനൊരു 4-5 വകുപ്പുകൾക്ക് വലിയ പങ്കാണുള്ളത് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു ക്ലീൻ കേരള പ്രോജക്റ്റ് അടിയന്തരമായിട്ട് ആലോചിക്കണം. വെറുതെ ആലോചിച്ചത് കൊണ്ടോ ശുചിത്വ മിഷനെ മാത്രം അത് ഏൽപ്പിച്ചത് കൊണ്ടോ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ മാത്രം വിചാരിച്ചത് കൊണ്ടോ തീരുന്ന ഒരു വിഷയമല്ലത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് വിഷയം. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രമാത്രം പനി വരുന്നത്? 1. 2, അതിൻ്റെ സാമൂഹ്യ സാഹചര്യം എന്ത്? കൃത്യമായി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് ഇതിനകത്ത് വലിയൊരു പങ്കുണ്ട്. കേരളത്തിലെ കാലാവസ്ഥ അതീവ ഗുരുതരമായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥ മാറുന്നത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു
അഡാപ്റ്റ് ചെയ്യുന്ന, കാലാവസ്ഥ അഡാപ്റ്റ് ചെയ്യുന്ന ഒരു ജീവിതശൈലി കേരളത്തിൽ രൂപപ്പെടുത്തുന്നത് എങ്ങനെ? ഗൗരവമായ ചോദ്യമാണ്. 2, മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഇപ്പോഴും ഉറങ്ങുകയാണ്, ഉറക്കം തൂങ്ങുകയാണ്. ഇത് പറ്റില്ല. മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ചാലും മുഖ്യമന്ത്രിയുടെയും ചീഫ് സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ കൃത്യമായ ഏകോപനമുണ്ടായി വളരെ കൃത്യമായ മാലിന്യ സംസ്കരണ സംവിധാനം സംസ്ഥാനത്ത് കൊണ്ടുവന്നേ കഴിയൂ. അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല. അതിൽ കോംപ്രമൈസ് ചെയ്യുമ്പോഴാണ് പകർച്ചപ്പനികളും മറ്റ് പനികളുമൊക്കെ ധാരാളമായി വരുന്നത്. വളരെ കൃത്യമായ ഒരു ആരോഗ്യ സാക്ഷരത സമൂഹത്തിന് അത്യാവശ്യമാണ്. കേരളത്തിൽ 2 തരത്തിലുള്ള പ്രശ്നങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, മഴക്കാലത്തും വേനൽക്കാലത്തും ഇതുപോലത്തെ സീസണലുകൾ ഉണ്ടാകുന്ന സീസണൽ ഡിസീസസും പകർച്ചപ്പനിയും പകർച്ചവ്യാധികളും പിന്നെ ജീവിതശൈലി രോഗങ്ങളും. ഇത് 2ഉം പ്രതിരോധം കൊണ്ട് തീർക്കാൻ പറ്റുന്ന രോഗങ്ങളാണ്. കുറേയധികം പ്രതിരോധ കാര്യങ്ങൾ ചെയ്താൽ തീരാവുന്നതാണ്. അങ്ങനെ പ്രതിരോധ കാര്യങ്ങൾ ചെയ്താൽ ട്രീറ്റ്മെൻറ്റിനേക്കാൾ ഉപരി പ്രതിരോധം കൊണ്ട് ചെയ്ത് തീർക്കാൻ കഴിയുന്ന അസുഖങ്ങളാണ് ഈ പകർച്ചവ്യാധി മറ്റു കാര്യങ്ങളൊക്കെ. കൃത്യമായ ശുദ്ധജലവും കൃത്യമായ അന്തരീക്ഷവും അതുപോലെ തന്നെ മണ്ണും പിന്നെ മറ്റ് സാഹചര്യവും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും പകർച്ചവ്യാധിയെ വലിയ അളവിൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. അതുപോലെ വരാതിരിക്കാനും കഴിയും. അപ്പോൾ കൃത്യമായ ഒരു ആരോഗ്യ സാക്ഷരത കേരളത്തിൽ അടിയന്തരമായി നടപ്പിലാകണം. അത് നടപ്പിലാക്കാൻ ആരോഗ്യവകുപ്പ് മാത്രം വിചാരിച്ചുകൊണ്ട് നടക്കില്ല, മറ്റെല്ലാ വകുപ്പുകളും വിചാരിക്കണം. ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, മിനിയാന്ന് ഡ്രൈ ഡേ പ്രഖ്യാപിച്ചു. ഞായറാഴ്ച കേരളത്തിൽ എത്ര സ്ഥലത്ത് നടന്നു? മന്ത്രിയുടെ നേതൃത്വത്തിൽ പിന്നെ മെഡിക്കൽ കോളേജിൽ പ്രവർത്തനങ്ങൾ നടന്നു, ഒരു ഉദ്ഘാടനം നടന്നു, കുറച്ച് 1 മണിക്കൂർ 2 മണിക്കൂർ എല്ലാവരും എന്തെങ്കിലും ചെയ്തു. അത് പോരാ. അതീവ ഗൗരവതരമായ ക്ലീൻ കേരള പരിപാടി ഓരോ വീട്ടിലും നടക്കണം, ഓരോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നടക്കണം, ഓരോ ഓഫീസുകളിലും നടക്കണം, സകല സ്ഥലത്തും നടക്കണം. ധാരാളം വേസ്റ്റാണ് കേരളത്തിൽ കുമിഞ്ഞുകൂടി ഓരോ സ്ഥലത്തും ഒളിഞ്ഞു കിടക്കുന്നത്. ഇത് നശിപ്പിച്ചല്ലാതെ ഈ പകർച്ചവ്യാധികളെ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കാലാവസ്ഥാ മാറ്റത്തെ പ്രതിരോധിക്കുന്നതിനുള്ള ചില പുതിയ തന്ത്രങ്ങൾ നമുക്ക് ആവിഷ്കരിക്കണം. അതാണ് ഞാൻ ഈ കാലാവസ്ഥാ വകുപ്പും പ്രതിരോധ വകുപ്പും ഒക്കെ പറഞ്ഞത്, ഈ ദുരന്ത പ്രതിരോധ വകുപ്പും ഒക്കെ പറഞ്ഞത്. അത് മാത്രമല്ല, ആരോഗ്യവകുപ്പിന് ഇതിനകത്ത് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ദുരന്ത നിവാരണ വകുപ്പുമായി ബന്ധപ്പെടുത്തി മുഖ്യമന്ത്രി ഇതിൽ മീറ്റിംഗ് വിളിക്കുകയും ഒരു 5 മന്ത്രിമാരെങ്കിലും ഇതിനകത്ത് ഗൗരവമായി ഇടപെട്ടാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാവുകയുള്ളൂ. അല്ലാതെ ആരോഗ്യവകുപ്പ് മാത്രം വിചാരിച്ചുകൊണ്ട് തീരുന്ന ഒരു വിഷയമേ അല്ല ഇത്.